റിപ്പബ്ലിക് ഡേ ആയിട്ട് കോടി വേണം റിപ്പബ്ലിക് ഡേ ആയിട്ടിരിക്കണേ. അവിടെ നമ്മളെ പറ്റിച്ചു. ഹേ ഗൈസ്, അപ്പൊ നമ്മളിന്ന് അജുവിന്റെ ഉമ്മാന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണ്. റിപ്പബ്ലിക് ഡേ ആണ് വേണ്ടൊക്കെയാണ് പരിപാടി സെറ്റ് ചെയ്യുന്നത്. ഉമ്മാക്ക് ബർത്ത്ഡേ ആണെന്ന് പോലും അറിയില്ല. അങ്ങനെ നമ്മള് പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിരിക്കും. പൈസ ലേഗുള്ള ഫോണും കൊണ്ടുവന്ന് അയച്ചുവിട്. ഈ നാളെ പോവും. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു ചൂടല്ലേ, തണ്ണിമത്തം അടിക്കാന്ന് വിചാരിച്ചു. കഴിക്കുമോ? കണ്ടോ ഗൈസ്, പൈനാപ്പിളും മുന്തിരി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് തണ്ണിമത്തൻ ജ്യൂസ്. എങ്ങനെയുണ്ട് മഞ്ജു? എങ്ങനെയുണ്ട്? എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു? എനിക്കും എത്തി വെള്ളം അൺലിമിറ്റഡ് ആണ് ഗൈസ്. ചോട് മഞ്ജു പിന്നെ അല്ല ഇത് എന്തൊക്കെ എല്ലാം ഇട്ടുണ്ടല്ലോ. എന്തൊക്കെ ഇട്ടുണ്ട്? ഫ്രൂട്ട്സുകളാ ഇപ്പൊ എന്തൊക്കെ ഇട്ടുണ്ട്? മക്കൾ കടയുടെ അളവ് 500 രൂപ ഒരു പെട്ടിന് 4 എടുത്തിട്ട് വരീനി കൊണ്ടുപോയി കഴിഞ്ഞു. ആപ്പിള്, മുന്തിരി, മാതളപ്പ, നേന്ത്രപ്പഴം, പപ്പാളിക്ക എല്ലാം ഇട്ടുണ്ട്. എന്താണ് നിനക്ക് ചേർത്ത് തന്നെ എന്ത് വലുത്? ലാസ്റ്റ് പൊട്ടാണ്ടാവണം. ഹാപ്പി ബർത്തുള്ളൂ. ഡേ എവിടെ? ഡേ എവിടാ? അതിലെവിടെയും കിടക്കണ്ട. ഡേ ഉണ്ടാ? ഡേ വൈ വേണം. ഇത് നമ്മ അടി ഉണ്ടാക്കും. ആടാ ഡി മാത്രമുള്ള ഏ വൈ എവിടെ? തുറക്ക് ഡെവലുള്ള നമ്മൾ സിംഗർ. എന്തായാലും പേരെന്തായിരുന്നു? ആ അതന്നെ മറന്നുപോയില്ല. നീ എന്നെ മറന്നില്ല. എന്റെ പേര് അറിയുന്നു എനിക്ക്. ആ എന്താണ്? ഏയ് ഇവനോ? ഇതാണ് മഞ്ജുവട്ടെ, താടി പഠിച്ച മഞ്ജുവട്ടെ. നിന്റെ പാട്ടുണ്ട് കേട്ടന്ന്. നിന്റെ പാട്ടുണ്ടാവില്ലെന്ന്. ആ ഗൈസ്, നമ്മുടെ ബർത്ത്ഡേയില് ഏവയില്ല. നമ്മള് മാറ്റാൻ പോണു. അജു ഇറങ്ങിണ്ട്. അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കുന്ന പറയണ. അതാ അവിടെ ഒക്കെ അവിടെ നമ്മളെ പറ്റിച്ചു. ഏയുമില്ല വയ്യുമില്ല. രണ്ടുമില്ല. നോക്ക്. അതെ ഹാപ്പി ബർത്ത്ഡേ. സെറ്റ് അതാണ്. അതവിടെ വീണ് പോയിണ്ടാവും. ഫ്രീ ആയിട്ട് കിട്ടി, വെറുതെ കിട്ടി. പറ്റിച്ചു. 30 രൂപ 60 രൂപയ്ക്ക് വിറ്റിരിക്കുക. ഞാൻ പോയിട്ട് ഒന്നും മെല്ലെടുത്തിട്ട് വന്നു. പറഞ്ഞെടുത്തതാണ് വേറെ വിഷയം. നമ്മൾ പറയണൊന്നും ചെയ്യില്ല. പൊട്ടിച്ചാലോ? പൊട്ടിക്കട്ടെ വേണ്ട. മഞ്ജു എന്താ ഊതാത്ത പേടിച്ചിട്ട്? ഒന്ന് നോക്കട്ടെ. ഏയ് മഞ്ജുന് പേടി. സിമ്പിൾ ആയിട്ടുള്ള മതി. അജുന്റെ ഉമ്മാക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിണ്ട്. പോവാണ് നമ്മള്. അജു എങ്ങനെയുണ്ടാ അവരുടെ ലുക്ക്? സുന്ദരിയായിരിക്കണോ? സെറ്റ്. റിപ്പബ്ലിക് ഡേ ആയിട്ട് കോടി വേണം. റിപ്പബ്ലിക് ഡേ ആയിട്ടിരിക്കണേ. റിപ്പബ്ലിക് അവിടെ ഇരിക്കേ. സർപ്രൈസ് ആണ്. ഫോട്ടില്ലേ? മെയിൻ നല്ല റെഡിയാണ്. അത് ഈ അടുത്തോടെ എപ്പഴാ കിട്ടാൻ പറയാൻ പറ്റില്ല.
എല്ലാവരും ഉമ്മാക്ക് വേണ്ടി റെഡിയാണ് ഇവിടെ. ഗൈസ് അങ്ങനെ നമ്മള് ഉമ്മാനെ ഉള്ളിൽ പിടിച്ചിട്ട് ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പ കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറ ഇനിയും നിന്നുള്ളം നോവല്ലേ. പൊട്ടിച്ചു അവിടെ അവിടെ അതാ ഞാൻ മാത്രം പൊട്ടിച്ചു. സെറ്റ് ഹാപ്പി അല്ലേ ഹസീബ്? വെൽക്കം വെൽക്കം. അജീബ് അജീബ് അജീബിന്റെ ക്ലോസ് കൊടുക്കാം. കല്യാണത്തിന് ഇങ്ങനെ പോവാ, കല്യാണത്തിന് ഇങ്ങനെ പോവാ. ഞാൻ ഇങ്ങനെ വരുമ്പോ നീ എന്താണ് ഇവിടെ ആയിരുന്നു കല്യാണ ഷൂട്ട് എടുത്തോണ്ടിരിക്കാണ്. അമീത്തിന്റെ ക്ലോസ്, അജുവിന്റെ ക്ലോസ്. അത് കഴിക്കടാ, ഒരു വായട് കഴിക്ക്. അത് എന്താണ് ഒരേ പൊളിയില്ലേ? ഒരേ പൊളി, ഒരേ പൊളി. അഞ്ചിനിവിടെ പല്ല് കെട്ടിട്ട് കഴിക്കാൻ പറ്റാണ്ട് അതാ നോക്കാത്ത. ചെയ്യുന്നില്ലേ നോക്കട്ടെ. വന്നിട്ട് 2 ഗ്ലാസ് മഞ്ചോ പൊക്കിട്ട് പോകാൻ വയ്യാട്ടാ. പായസം കുറച്ച് കിക്കാൻ വേണ്ട നീ. ഒരു വലിയ ഒരു വലിയാണ്, ഒരു വലിയ കുടിക്കാൻ നോക്കട്ടെ. നാണം വരുന്നു നീ കുടിക്കാൻ. ഒറ്റ വലി ഒറ്റ വലി ഇല്ലാവണ്ടേ പായസത്തിൽ വെള്ളം ചേർത്തിരിക്കണവേ. കുടിക്കാ ചെയ്യ്. ഗൈസ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഊണ വിളിച്ചിരിക്കാൻ പോകുക. എല്ലാവരും ബൈ. ആ ബെസ്റ്റ്. ബൈ ബൈ ഈ പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്താൽ നന്നായി. ബൈ. എന്താ മനസ്സിൽ രാത്രി പരിപാടി? ചിക്കൻ ചിക്കൻ നമ്മൾ ചിക്കൻ പോണേ ആദ്യമായിട്ടാ. ആദ്യം നാളെ കോളേജിൽ പോകണോടാ. നീയും പോവില്ല, നീ കഴിക്കില്ല അല്ലേ? അവിടെ അടുത്ത് എന്താ എന്തത് എന്താ മനസ്സിൽ കാര്യണ്? അവള് പോയ വേറെ വണ്ണം വരുന്നു. കാര്യണ് കരയണ്ടാ. മഞ്ജു മാറി അഭിതായി. അതെ അതെ. എന്തിനാണ് ആവശ്യം? എന്തിനാ ഭാവിയിൽ ആവശ്യം? ഈ മഞ്ജുനെ നമുക്ക് അവിടെ കാണാം. പണി തന്നെ പണി. ആ അഭിത്ത് ഇവിടെ മുങ്ങി നടക്കുന്നതാ. അവിടെ ഗർഭിണി തൊപ്പ. കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ റെഡിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണു. ഞങ്ങൾ വെച്ചോണ്ട് പറയാം അടിപൊളി കറി. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ ഹാപ്പി ആയി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ ബൈ.